Good evening, one and all. My name is Anandu. Today, we are going to discuss about two types of tennis elbow. Let's move to the topic. Two types of tennis elbow. രണ്ട് ടൈപ്പ് ടെന്നീസ് എൽബോ ഉണ്ട്. ലാറ്ററൽ എപ്പിക്കോണ്ടിലൈറ്റിസ് ആൻഡ് മീഡിയൽ എപ്പിക്കോണ്ടിലൈറ്റിസ്. ഇവർ കൂടുതലും അറിയപ്പെടുന്നത് ടെന്നീസ് എൽബോ അഥവാ ഗോൾഫേഴ്സ് എൽബോ എന്നാണ്. ടെന്നീസ് എൽബോയാണ് ലാറ്ററൽ എപ്പിക്കോണ്ടിലൈറ്റിസ് എന്നും ഗോൾഫേഴ്സ് എൽബോയാണ് മീഡിയൽ എപ്പിക്കോണ്ടിലൈറ്റിസ് എന്നും അറിയപ്പെടുന്നത്. സോ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ പോലെ there are two types of epicondylitis. They are lateral epicondylitis and medial epicondylitis. They are also called as tennis elbow and golfer's elbow respectively. നമുക്ക് അതിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുൻപേ ആമിന്റെ കുറച്ച് അനാറ്റമിക്കൽ സ്ട്രക്ചർ നോക്കാം. നമ്മുടെ ബൈസെപ്സ്, ട്രൈസെപ്സ് ഇവയെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ഷോൾഡർ ജോയിന്റിലേക്ക് ഷോൾഡർ ജോയിന്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ബോണിനെ ഹ്യൂമറസ് എന്നറിയപ്പെടുന്നു. അതിന്റെ താഴെ ഫോറാമിൽ കാണപ്പെടുന്ന രണ്ട് ബോണിനെ റേഡിയസ് ആൻഡ് അൾന എന്നറിയപ്പെടുന്നു. അത് താഴേക്ക് പോകുകയാണെങ്കിൽ കാർപ്പൽസ്, മെറ്റകാർപ്പൽസ് ആൻഡ് ഫലഞ്ചസ് റെസ്പെക്റ്റീവ്ലി. ഇവയാണ് നമ്മുടെ അനാറ്റമിക്കൽ സ്ട്രക്ചർ. ഇതാണ് നമ്മുടെ അനാറ്റമിക്കൽ സ്ട്രക്ചർ ഓഫ് ദി ആം. സോ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കുറച്ച് അനാറ്റമിക്കൽ സ്ട്രക്ചർ നോക്കി ആമിന്റെ. This part is called as humerus. This bone is called as humerus. This is radius and this is ulna. ഈ പ്രൊജക്ഷൻ കണ്ടോ, ഈ രണ്ട് സൈഡിലുള്ള പ്രൊജക്ഷൻ, ഇതിനെയാണ് എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്നത്. ടെൻഡൻസ് വന്ന് ജോയിൻ ചെയ്യുന്ന പാർട്ടാണ് ദിസ് എപ്പിക്കോണ്ടൈൽ. ഓക്കെ, ഇത് ഈ സൈഡ് കുറച്ചും കൂടെ അവേ ആയതുകൊണ്ട് ലാറ്ററൽ എപ്പിക്കോണ്ടൈലിൽ നിന്നും ഈ ഭാഗം ബോഡിയുടെ കുറച്ചും കൂടെ ക്ലോസ് ആയതുകൊണ്ട് മീഡിയൽ എപ്പിക്കോണ്ടൈൽ എന്നും അറിയപ്പെടുന്നു. സോ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കാൻ പോവുകയാണ്. മൾട്ടിപ്പിൾ മസിൽസ് അറ്റാച്ച് ടു ദി എപ്പിക്കോണ്ടൈൽ. ഈ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന റീജിയനിൽ കുറെ മസിൽസ് മൾട്ടിപ്പിൾ ആയിട്ട്, ഒന്നോ രണ്ടോ അല്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള മസിൽസ് ജോയിൻ ചെയ്യുന്നുണ്ട്. ലാറ്ററൽ എപ്പിക്കോണ്ടൈലിനും മീഡിയൽ എപ്പിക്കോണ്ടൈലിനും എടുത്തു പറയുന്നില്ല. ദിസ് എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന റീജിയൻ, ഈ രണ്ട് റീജിയനിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മസിൽസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ദീസ് മസിൽസ് ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ദി എൽബോ. എൽബോയുടെ മൂവ്മെന്റിന് കാരണമാക്കുന്നത് ഈ മസിൽസ് ആണ്. ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന മസിൽസ് ആണ്. ഈ ഫോറാമിൽ കാണപ്പെടുന്ന മസിൽസ് ആണ് എൽബോയുടെ മൂവ്മെന്റ്സിന് കാരണമാകുന്നത്. എൽബോയിൽ കാണപ്പെടുന്ന മസിൽസിന്റെ ടെൻഡൻ കണക്ട് ചെയ്തിരിക്കുന്നത് മസിൽസിന്റെ ഒറിജിൻ വരുന്നത് ഈ എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന റീജിയനിലാണ്. ഈ എൽബോയുടെ മൂവ്മെന്റ്സ് സച്ച് ആസ് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ, പിന്നെ റിസ്റ്റിന്റെ മൂവ്മെന്റ്സ്, അതെല്ലാം ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. Repetitive use of these muscles may lead to micro tears in the tendon, causing inflammation and pain. ഈ മസിൽസിന്റെ, ഈ ഫോറാമിൽ കാണുന്ന മസിൽസിന്റെ അഥവാ ഏതെങ്കിലും സൈഡിലുള്ള മസിൽസിന്റെ, ഫോറാമിൽ കാണപ്പെടുന്ന ഏതെങ്കിലും സൈഡിലുള്ള മസിൽസിന്റെ യൂസസ് കൂടുകയോ അഥവാ സഡൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വരികയോ ചെയ്യുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു മൈക്രോ ടിയേഴ്സ് ഇൻ ദ ടെൻഡൻ, കോസിംഗ് ഇൻഫ്ലമേഷൻ ആൻഡ് പെയിൻ. ടെൻഡൻ കുറച്ചും കൂടെ വലുതാവുകയും അതിൽ പെയിൻ വരികയും ചെയ്യുന്നു. എപ്പിക്കോണ്ടലൈറ്റിസ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ടെൻഡനൈറ്റിസ്. ടെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നുമില്ല, ടെൻഡനിൽ വരുന്ന പെയിൻ അഥവാ ഇൻഫ്ലമേഷൻ, അതിനെ ആണ് ടെൻഡനൈറ്റിസ് എന്ന് പറയുന്നത്. ആസ് നമുക്ക് ഇവിടെ കാണാം, എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന റീജിയനിൽ മസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, മസിൽസിന്റെ ഒറിജിൻ വരുന്നു. ആ മസിലിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ മസിലല്ല കണക്ട് ചെയ്തിരിക്കുന്നത്, മസിലിന്റെ ടെൻഡൻ ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ടെൻഡനിൽ വരുന്ന ടിയേഴ്സ്, മൈക്രോ ടിയേഴ്സ് ഇൻ ദി ടെൻഡൻ. ഓക്കെ, നമുക്ക് ഇവിടെ കാണാം ടെൻഡൻ. അപ്പോ ടെൻഡനൈറ്റിസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഫ്ലമേഷൻ ഇൻ ദി ടെൻഡൻ ഈസ് നോൺ ആസ് ടെൻഡനൈറ്റിസ്. സോ ദിസ് ഇഞ്ചുറി can be called as tendinitis. Epicondylitis can be also called as tendinitis, and it is also type of a tendinitis. Not necessary to play tennis or golf. ശ്രദ്ധിക്കുക, not necessary to play tennis or golf to develop this injury. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇത് ടെന്നീസ് കളിക്കുന്നവർക്കും ഗോൾഫ് കളിക്കുന്നവർക്കും മാത്രം വരുന്ന ഒരു ഇഞ്ചുറി ആണെന്ന് നമ്മൾ കരുതും. ബട്ട് നോട്ട് റിയലി. ടെന്നീസ്, അതിനൊരു എക്സാമ്പിൾ ആണ് സച്ചിൻ തെണ്ടുൽക്കർ. യു നോ ഗോഡ് ഓഫ് ക്രിക്കറ്റ്.
he plays cricket. അദ്ദേഹത്തിന് ഇഞ്ചുറി ടെന്നീസ് എൽബോ വരാനുള്ള കാരണം മെയിൻലി he uses his wrist very much and also അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബാറ്റിന്റെ വെയിറ്റ് വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ നിലവിൽ ബാക്കി പ്ലേയേഴ്സ് ഉപയോഗിച്ചിരുന്നതിൽ വെച്ച് ഹൈ ആയിരുന്നു. ആഫ്റ്റർ ദി ഡയഗ്നോസിസ് അദ്ദേഹം ബാറ്റിന്റെ വെയിറ്റ് കുറയ്ക്കുകയും അങ്ങനെ ഹി റിക്കവർഡ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സഡൻ കോൺട്രാക്ഷൻ ഓർ ട്രോമ ക്യാൻ ഡെവലപ്പ് ദം. സഡൻ ആയിട്ടുള്ള മൂവ്മെന്റോ സഡൻ ആയിട്ടുള്ള കോൺട്രാക്ഷനോ അഥവാ പെട്ടെന്നൊരു ബ്ലോവോ കിട്ടുകയാണെങ്കിൽ ടു ദി മസിൽസ് ടു ദി ടെൻഡൻസ് ക്യാൻ ഓൾസോ cause lateral epicondylitis or medial epicondylitis, tennis elbow or golfer's elbow respectively. So here we are going to discuss about the sign and symptoms of lateral epicondylitis, that is tennis elbow. Pain in the elbow, upper arm and lower arm respectively. Elbow il nalla pain undav, ee bhagathu nalla pain anubhavappadum. Pain when lifting object, pain when using something, pain when raising hands, weakness when grasping something. എന്തെങ്കിലും ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുകയോ അഥവാ പിഴിയുകയോ കൈപൊക്കുകയോ എന്തെങ്കിലും പിടിക്കാൻ ശ്രമിക്കുമ്പോഴോ പെയിൻ ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? there is a symptom, there is a chance for lateral epicondylitis. ടെന്നീസ് എൽബോയുടെ ഒരു ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഈ എൽബോയിൽ പെയിൻ ലിഫ്റ്റിംഗ് ഒബ്ജക്റ്റ് എന്തെങ്കിലും ഒബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും സ്ക്യൂസ് ചെയ്യുമ്പോഴോ കൈ പൊക്കുമ്പോഴോ നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ there is a chance for lateral epicondylitis. And also weakness in when grasping something. നമുക്ക് എന്തെങ്കിലും ഗ്രാസ്പ് ചെയ്യാൻ നോക്കുമ്പോൾ സാധാരണ ഉള്ള ഒരു സ്ട്രെങ്ത് ഇല്ലാതിരിക്കുക ആണെങ്കിൽ there is a chance for epicondylitis. Lateral epicondylitis. Lateral epicondylitis is ആണ്. വരുന്നത് ഈസ് ആണ്, ഒരു മിസ്റ്റേക്ക് ആണ്. ഇവിടെ ഈസ് ആണ്, സോറി. So lateral epicondylitis is 7 to 10% more common. നമ്മുടെ സൊസൈറ്റിയിൽ കോമൺ ആയിട്ട് കാണുന്ന 7 to 10% കോമൺ ആയിട്ടുള്ള 7 to 10% ഓഫ് ആൾക്കാർക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഞ്ചുറിയാണ് ടെന്നീസ് എൽബോ. seen in the outermost elbow, mainly seen in the dominant hand, and the extensor tendon is affected. Okay. ഇത് മെയിൻലി കാണപ്പെടുന്നത് നമ്മുടെ ഔട്ടർമോസ്റ്റ് ആമിന്റെ ഔട്ടർമോസ്റ്റ് പാർട്ടിലായിരിക്കും നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നത്. ടെന്നീസ് എൽബോ ആണെങ്കിൽ that will be caused because of inflammation in the extensor tendon. ഓക്കെ. ടെന്നീസ് എൽബോയ്ക്ക് കാരണമാകുന്നത് എക്സ്റ്റെൻസർ കാർപ്പി റേഡിയാലിസ് ബ്രേവിസിന് എന്ത് വരുമ്പോഴാണ്? ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ്, ഇൻഫ്ലമേഷൻ ഓർ മൈക്രോടിയേഴ്സ് വരുമ്പോഴാണ് ടെന്നീസ് എൽബോ അഥവാ ലാറ്ററൽ എപ്പിക്കോണ്ടിലൈറ്റിസ് വരുന്നത്. I will repeat, extensor carpi radialis brevis. ഓക്കെ, ഇതാണ് ടെൻഡൻ. ഈ കാണുന്ന ടെൻഡൻ, ഇവിടെ കാണുന്ന ടെൻഡനിൽ ഇൻഫ്ലമേഷനോ അഥവാ മൈക്രോടിയേഴ്സോ വരുമ്പോഴാണ് ടെന്നീസ് എൽബോ അനുഭവപ്പെടുന്നത് അഥവാ ടെന്നീസ് എൽബോ വരുന്നത്. ഓക്കെ, ദിസ് ഈസ് നെയിം, ദിസ് ഈസ് ദി ടെൻഡൻ, extensor carpi radialis brevis. Now let's look the causes of lateral epicondylitis, that is tennis elbow. Tennis elbow ന്റെ കുറച്ച് causes ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Overuse of wrist. Okay, wristന്റെ overuse lateral epicondylitisന് കാരണമാക്കുന്നു. Playing racket sports. Racket sportsൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം wristന്റെ ഇൻവോൾവ്മെന്റ് കുറച്ച് അധികമാണ്. And also we use rackets. അപ്പോൾ റാക്കറ്റ്സിന്റെ വെയിറ്റ് കൂടുകയോ wristന്റെ യൂസേജ് കൂടുകയാണെങ്കിൽ there is a chance for lateral epicondylitis. Use of heavy objects daily for the works. നമുക്ക് ഡെയിലി വർക്കുകൾക്ക് ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ മരം വെട്ടാൻ പോകുന്നവർക്ക് അവരൊക്കെ കോടാലിയും
ചുറ്റിക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് there is a chance for tennis elbow if the extensor tendon don't have enough strength. ഈ ടെൻഡന് അഥവാ ഈ മസിലിന് ഇനഫ് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഈ ലാറ്ററൽ എപ്പിക്കോണ്ടൈറ്റിസ് വരാനുള്ള സാധ്യത കാണുന്നു. ഇതാണ് നമ്മുടെ ലാറ്ററൽ എപ്പിക്കോണ്ടൈറ്റിസിന്റെ കോസസ് കാരണമാകുന്നത്. Here we can look the signs and symptoms of medial epicondylitis, that is golfer's elbow. നമ്മൾ നേരത്തെ പറഞ്ഞു these both are tendinitis. ടെൻഡന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ ഇഞ്ചുറി ആണ് golfer's elbow and also tennis elbow. നമ്മൾ നേരത്തെ ടെന്നീസ് എൽബോന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ നോക്കിയായിരുന്നു. Now we are moving to the medial epicondylitis, that is golfer's elbow. ലെസ് കോമൺ ദാൻ ലാറ്ററൽ എപ്പിക്കോണ്ടൈറ്റിസ്. നേരത്തെ പറഞ്ഞ ടെന്നീസ് എൽബോനേക്കാളും ആളുകളിൽ കാണാൻ സാധ്യത കുറവാണ്. അത്ര ശതമാനത്തിനേക്കാളും ടെന്നീസ് എൽബോ കാണപ്പെടുന്നതിനേക്കാളും കുറവായിട്ടാണ് മീഡിയൽ എപ്പിക്കോണ്ടൈറ്റിസ് കാണപ്പെടുന്നത്, ഗോൾഫേഴ്സ് എൽബോ കാണപ്പെടുന്നത്. ഓൾസോ നോൺ ആസ് ഗോൾഫേഴ്സ് എൽബോ. ഇറ്റ് ഈസ് ഇൻ ദി ഇന്നർ എൽബോ. ഇന്നർ എൽബോ എന്ന് പറയുമ്പോൾ ഇത് ഔട്ടർ എൽബോ, ഔട്ടർ എൽബോയുടെ പുറം വശം. നമുക്ക് നോക്കുകയാണെങ്കിൽ ബോഡിക്ക് ക്ലോസ് ആയ ഭാഗമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്നർ എൽബോ എന്ന് പറയുമ്പോൾ ബോഡിക്ക് ക്ലോസ് ആയിട്ടുള്ള ഭാഗം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് മീഡിയൽ. മീഡിയൽ ആൻഡ് ലാറ്ററൽ എന്നുള്ള ഒരു ഗ്രൂപ്പിംഗ് വന്നേക്കണം അങ്ങനെയാണ്. മീഡിയൽ എന്ന് പറയുമ്പോൾ ബോഡിക്ക് ക്ലോസ് ആയിട്ടും ലാറ്ററൽ എന്ന് പറയുമ്പോൾ ബോഡിക്ക് അവേ ആയിട്ടും എന്ന് മനസ്സിലാക്കിയാൽ മതി. ലാറ്ററൽ ആകുമ്പോൾ ഈ ഭാഗത്ത് വരും. ഇപ്പോൾ ഈ പോയിന്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് lateral part and this is the medial part close to the body. Okay, it is in the inner elbow. Flexor tendon is affected. Flexor carpi radialis and pronator teres. ഈ രണ്ട് ടെൻഡൻ, ഇതാണ് രണ്ട് മസിൽസ് ഇവിടെ കാണപ്പെടുന്ന ഇഞ്ചുറി. ഓക്കെ അല്ലേ? കാണുകയാണെങ്കിൽ ടെൻഡന്റെ ഈ ഭാഗത്ത് ഈ വൈറ്റ് ഷെയ്ഡ് കാണില്ലേ, ഈ യെല്ലോ മാർക്ക് ചെയ്ത ഭാഗത്ത് വൈറ്റ് ഷെയ്ഡ് കാണില്ലേ, ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഇഞ്ചുറിയാണ്. എന്താ പറയാ, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഈ റേഞ്ചിൽ ഈ റെഡ് മാർക്ക് വന്നിരിക്കുന്ന സ്ഥലത്ത് ആണ് കാണാം. ഇപ്പൊ ഇവിടെ വൈറ്റ് ഷെയ്ഡ് കാണില്ലേ, ഇതിനാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ഈ വൈറ്റ് ഷെയ്ഡ് കാണുന്ന റീജിയനാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് മസിൽസിന്റെ ടെൻഡൻ കണക്ട് ചെയ്തിരിക്കുന്നത് മീഡിയൽ എപ്പിക്കോണ്ടൈലിലാണ്. അപ്പോൾ മീഡിയൽ എപ്പിക്കോണ്ടൈലിൽ കണക്ട് ചെയ്ത് ഒറിജിൻ വരുന്ന ഈ രണ്ട് മസിൽസിന് ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് മീഡിയൽ എപ്പിക്കോണ്ടൈലിറ്റിസ് എന്ന് പറയുന്ന രോഗം അഥവാ ഇഞ്ചുറി വരുന്നത്. ഗോൾഫേഴ്സ് എൽബോ വരാനുള്ള കാരണം ഈ പ്രൊണേറ്റർ ടെറസിനും ഫ്ലെക്സർ കാർപ്പി റേഡിയാലിസിനും വരുന്ന ഇൻഫ്ലമേഷൻ. ഓക്കെ അല്ലെ? ഇൻഫ്ലമേഷൻ, ആ മസിൽസിന്റെ ടെൻഡനിൽ വരുന്ന ഇൻഫ്ലമേഷൻ ഓഫ് മൈക്രോടിയസ് കോസസ് മീഡിയൽ എപ്പിക്കോണ്ടൈറ്റിസ് ഓർ ഗോൾഫേഴ്സ് എൽബോ. പെയിൻ ഉണ്ടാവും, മേ കണ്ടിന്യൂ അറ്റ് നൈറ്റ്. എന്താ പറഞ്ഞത്, നല്ല വേദന ഉണ്ടാവും, അത് രാത്രിയിലും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗ്രാജുവലി പെയിൻ ഇൻക്രീസ് ചെയ്യും. ആദ്യം ചെറുതായിട്ടുള്ള പെയിൻ ഉണ്ടാവും, പിന്നെ ഓവർ യൂസേജ് കൂടുന്നതിനനുസരിച്ച് ആ മസിൽസിന്റെ യൂസേജ് കൂടുന്നതിനനുസരിച്ച് പെയിൻ ഗ്രാജുവലി ഇൻക്രീസ് ആവും. മേ ബി പ്രൊവോക്ഡ് ബൈ മൂവ്മെന്റ്സ് ഓഫ് ദി ഫ്ലെക്സർ ടെൻഡൻ. ഫ്ലെക്സർ ടെൻഡന്റെ മൂവ്മെന്റ് കാരണം ഇത് പ്രൊവോക്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. റെഡ്യൂസ് ഗ്രിപ്പ് സ്ട്രെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ റിസ്റ്റ് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ് ഈ നമ്മുടെ ഫോറാമിലുള്ളത്. എപ്പിക്കോണ്ടൈൽ എന്ന് പറയുന്ന റീജിയനിൽ കണക്ട് ചെയ്തിരിക്കുന്ന മസിൽസ്, ഒറിജിനിൽ വരുന്ന മസിൽസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്ന മസിൽസ് ആണ് റിസ്റ്റിന്റെ മൂവ്മെന്റിന് കാരണമാകുന്നത്. സോ ഈ രണ്ട് മസിൽസിന്റെ ഈ ഫ്ലെക്സർ ടെൻഡന് എന്തെങ്കിലും വീക്ക്നെസ് അഥവാ ഇൻഫ്ലമേഷൻ, ടിയർ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് ഗ്രാജുവലി റെഡ്യൂസ് ആവുന്നതാണ്. സോ
Now we are at diagnosis. Diagnosis എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ടെന്നീസ് എൽബോ അഥവാ ഗോൾഫസ് എൽബോ ഉണ്ടെന്ന് കണ്ടെത്താം. ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, ഒരു ക്ലിനിക്കൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ കണ്ടുപിടിക്കുന്നതിനാണ് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി, പേഷ്യന്റിന്റെ പ്രീവിയസ് ആയിട്ട് ഹിസ്റ്ററി, അദ്ദേഹത്തിന് മുന്നേ ടെന്നീസ് വേദന ഉണ്ടായിരുന്നോ, അങ്ങനത്തെ കാര്യങ്ങൾ ഡോക്ടർ തിരക്കുന്നതായിരിക്കും. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ ഈസ് ഡൺ ബൈ ദി ഡോക്ടർ. നമ്മൾ പറഞ്ഞു ലാറ്റർ ആയിട്ടുള്ള ഭാഗത്ത് അഥവാ മിഡിൽ ആയിട്ടുള്ള ഭാഗത്താണ് ഈ എപ്പിക്കോൺഡൈറ്റിസ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് നമ്മുടെ ഈ ടെൻഡൻ തൊട്ട് ഈ മസിൽസ് മൊത്തം പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോവർ ആം, അപ്പർ ആം, ലോവർ ആം, ഇവിടെ എല്ലാം പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിന് ഈ മസിൽസിന്റെ ഒറിജിൻ തൊട്ട് താഴേക്ക് ഇവിടെ നിന്ന് നമ്മൾ ഇൻസേർഷൻ തൊട്ട് നോക്കുള്ളൂ, ഒറിജിൻ അല്ല, ഇൻസേർഷൻ തൊട്ട് പയ്യെ കൈ മൂവ് ചെയ്ത് വരുമ്പോൾ പെയിൻ കൂടുകയാണെങ്കിൽ ഡോക്ടേഴ്സിന് മനസ്സിലാവും അത് ടെന്നീസ് എൽബോ ആണെന്ന്. അഥവാ അത് മീഡിയൽ സൈഡിലാണ്, മീഡിയൽ സൈഡിലുള്ള പ്രൊണേറ്റർ ടെറസിനോ അഥവാ മീഡിയൽ എപ്പിക്കോൺഡൈറ്റിസ് പ്രൊണേറ്റർ ടെറസ് അഥവാ ഫ്ലെക്സർ കാർപ്പി റേഡിയാലിസിലാണെങ്കിൽ എന്താ ആ പെയിൻ കാണപ്പെടുന്നതാണെങ്കിൽ അത് ഗോൾഫസ് എൽബോ ആണെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാവും. പിന്നെ ഡയറക്റ്റ് ഫിസിക്കൽ എക്സാമിനേഷനിൽ മനസ്സിലായില്ല എങ്കിൽ എക്സ്റേ അഥവാ MRI, അൾട്രാസൗണ്ട്, ഈ ഇമേജിങ് ഫോട്ടോസ് എടുക്കുന്ന വഴി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. എന്താ we can diagnose the tennis elbow or and golfers elbow. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കുക, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. ട്രീറ്റ്മെന്റ് പറയുന്നത് റെസ്റ്റ് ആൻഡ് ഐസ് ഉപയോഗിക്കുക, നല്ല രീതിയിൽ ഐസ് ഉപയോഗിക്കുക. പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഐസ് ഉപയോഗിക്കുന്നത്. ഇൻഫ്ലമേഷൻ കൂടാതിരിക്കാനാണ് ഐസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, റെസ്റ്റ് ആൻഡ് ഐസ്, സ്ട്രെച്ചിങ് ആൻഡ് ഡയഗ്നോസിസ്. കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസും സ്ട്രെച്ചിങ് എക്സസൈസും. സാധാ വെറുതെ സ്ട്രെച്ച് ചെയ്യാതെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷനോടെ കൂടെ അവരുടെ റെക്കമെൻഡേഷനിൽ സ്ട്രെച്ച് ചെയ്യാം. സ്ട്രാപ്പിംഗ് ആൻഡ് ടേപ്പിംഗ് ഓൺ ഫോറാംസിൽ ഇതാണ് സ്ട്രാപ്പ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ സ്ട്രാപ്പ് ആണിത്. കൈനസെപ്റ്റിക് ടേപ്സ് കിട്ടും നമുക്ക്, ടേപ്സ് സ്ട്രെച്ച് ആവുന്ന ടേപ്സ്. അപ്പോൾ ടേപ്സും ഇവിടെ ഫോറാമിൽ ഡോക്ടേഴ്സിന്റെ റെക്കമെൻഡേഷനിൽ ടേപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ്. ടേപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി സപ്പോർട്ടിങ് ദി ഫോറാം. ഓക്കെ, ഫോറാമിലെ മസിൽസ് ഇവിടേക്ക് ടേപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ അധികം ലോഡ് ഈ ടെൻഡനിൽ വരില്ല. പിന്നെ പെയിൻ മെഡിക്കേഷൻസ് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാം. പാരസെറ്റമോൾസ് എല്ലാവർക്കും അറിയുന്ന ഒരു പെയിൻ കില്ലർ ആണ് പാരസെറ്റമോൾ. അപ്പോൾ പെയിൻ കുറയ്ക്കാനായിട്ട് പാരസെറ്റമോൾ ഉപയോഗിക്കാം. 10% ഓഫ് കേസസിന്, വേഴ്സ് ആയിട്ടുള്ള കേസസിന് സർജറി ഈസ് നീഡഡ്. ഓക്കെ, ഇപ്പോ പാർഷ്യൽ ആയിട്ട് റപ്ചർ ചെയ്തു, ടെൻഡനിൽ റപ്ചർ വന്നു, അതാ ഫുള്ളി ടിയർ വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ സർജറി ഈസ് നീഡഡ്. ഓക്കെ അല്ലേ, ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് മെഷേഴ്സ്. ഓക്കെ, ദീസ് ഓൾ ആർ ദി ട്രീറ്റ്മെന്റ് മെഷേഴ്സ്. ഇപ്പൊ ഈ കണ്ടതാണ് ട്രീറ്റ്മെന്റ് മെഷേഴ്സ്. So everyone, it's the end of our presentation. പക്ഷെ ലാസ്റ്റ് സ്ലൈഡിൽ എനിക്കൊരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ട്രീറ്റ്മെന്റ് എന്ന ഭാഗത്ത് ഫിസിയോതെറാപ്പി ആൻഡ് എക്സസൈസസ് അതും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ആ പോയിന്റും കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി ആൻഡ് എക്സസൈസസ് മെയിൻലി കോൺസെൻട്രേറ്റ്സ് ഓൺ ദി മസിൽസ് വിച്ച് കോസസ് ഇൻഫ്ലമേഷൻ. ഏതാ ലാറ്ററൽ എപ്പിക്കോൺഡിലൈറ്റിസും അഥവാ മീഡിയൽ എപ്പിക്കോൺഡിലൈറ്റിസും കാരണമാകുന്ന മസിൽസ് ഉണ്ട്. പ്രൊണേറ്റർ ടെറസ്, പിന്നെ എക്സ്റ്റൻസർ കാർപ്പി റേഡിയാലിസ് ബ്രേവിസ് ആൻഡ് ഫ്ലെക്സർ കാർപ്പി റേഡിയാലിസ്. അപ്പോൾ ഈ രണ്ട് മസിൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഈ രണ്ട് ഇഞ്ചുറീസും വരാനുള്ള സാധ്യത കുറയും. കാരണം മസിൽസ് സ്ട്രെങ്തൻ ആകുന്നതോടുകൂടെ റിസ്റ്റിന്റെ മൂവ്മെന്റ്സും അഥവാ ഹാൻഡിന്റെ മൂവ്മെന്റ്സും കുറച്ചും കൂടെ ഫ്രീ ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. അപ്പൊ എല്ലാവർക്കും ഈ ടോപ്പിക്കിനെ കുറിച്ച്
അറിവ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു.